ഇവരിതൊരു പെണ്ണ് കാണൽ ചടങ്ങ് തന്നെയായിട്ടാ കാണുന്നേ. നീ അതിനനുസരിച്ച് പെരുമാറിക്കോണം. അതവിടെ വെക്കാതെ ഇങ്ങോട്ട് കൊടുക്കുമോളെ. ഇന്നിട്ട് നീ തന്നെ ചായ കൊടുക്ക്. ചായ എടുക്കിന്ദ്രേട്ടാ. അല്ല, ഞാൻ വിളിച്ചപ്പോ തന്നെ സച്ചി സാർ വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തി വെച്ചു അല്ലേ? ഒരുക്കങ്ങളോ? എന്തൊരുക്കങ്ങളോ? അല്ല, ഞങ്ങള് വന്നപ്പോ തന്നെ ഇന്ദുമോള് ചായയായിട്ട് വന്നില്ലേ? ഇപ്പൊ ഇതാര് കണ്ടാലും ഒരു പെണ്ണ് കാണൽ ചടങ്ങാണെന്നേ തോന്നും. ഓ, എന്ന് അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെയല്ലേ സുശീലേ? ഇന്ദ്രന് ഒരു പെണ്ണ് കാണൽ ചടങ്ങ് പോലെ തോന്നിയോ? ഏയ്, അങ്ങനെ തോന്നേണ്ട കാര്യമില്ലല്ലോ. അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് സച്ചി സാറിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ കാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാ. അല്ല, അതിപ്പോ പ്രത്യേകിച്ച് എന്ത് തീരുമാനം ഉണ്ടാക്കാൻ? നീ ഒരു ഡേറ്റ് പറഞ്ഞിട്ടല്ലേ കാശ് മേടിച്ചത്? ആ ഡേറ്റ് ഇതുവരെ ആയിട്ടില്ലല്ലോ. ആ, അത് ശരിയാ. ഇനിയിപ്പോ പറഞ്ഞ ഡേറ്റിന് പണം തരാൻ ഇന്ദ്രന് കഴിഞ്ഞില്ലെങ്കിൽ 1-2 മാസം കൂടി സമയം തരാൻ തരാ. നമ്മളൊക്കെ എന്നും കാണേണ്ടവരല്ലാടോ. ആ ഒരു ബന്ധം വെച്ചാ ഞാൻ നിങ്ങൾക്ക് പണം തന്നത്. ആ, അതാണ്. അത് തന്നെയാ സാറേ ഞാനും ഇവനോട് പറഞ്ഞത്. കേട്ടില്ലേ ഇന്ദ്ര? സച്ചി സാറും കുടുംബവും നമ്മളുമായിട്ട് നല്ലൊരു ബന്ധം തുടർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാ കണ്ണു അടച്ച് ഇത്രയും വലിയൊരു സഹായം ചെയ്തത്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ബന്ധത്തിന് അടിത്തറയിട്ട് വെക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അത് നമ്മൾ ചെയ്യണോ ഇന്ദ്ര? ആ, കേട്ടോ സച്ചി സാറേ, ഇവൻ ഇപ്പോഴും സച്ചി സാറിന്റെ മുമ്പിൽ ആ പഴയ ഇന്ദ്രൻ തന്നെയാ. സച്ചി സാറിന്റെ കടയിലെ പഴയ പണിക്കാരനെ. ഇന്ദുവിന്റെ കാര്യമൊന്നും ഞാൻ ഇവിടെ വന്ന് സംസാരിച്ചൊന്നും ഇവന് ഇഷ്ടപ്പെട്ടിട്ടില്ല.